ഭീകരപരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന ഇന്ത്യൻ വ്യോമസേന. ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയെന്നും സേന വ്യക്തമാക്കി. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന സേന നിർദ്ദേശിച്ചു. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ പാക് ഭീകരവാദ ബന്ധത്തിന്റെ തെളിവുകൾ ഇന്ത്യ സമർപ്പിക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൗൺസിലിലേക്ക് ഇന്ത്യൻ സംഘത്തെ അയക്കാനും തീരുമാനമായി. ഭീകരവാദത്തിനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന നിലപാടിലാണ് വ്യോമസേന. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വ്യോമസേന വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചതിനു പിന്നാലെയാണ് സേനാ വിഭാഗത്തിന്റെ വെളിപ്പെടുത്തൽ. തികഞ്ഞ ആസൂത്രണവും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടപ്പിലാക്കിയത്. 25 ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച ഇന്ത്യ 9 എണ്ണവും തകർത്തു. ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്താണ് കൂടുതൽ പ്രഹരമേറ്റത്. ഭീകരവാദ സംഘടനകളായ ലഷ്കർ ഇ ത്വയ്ബ, ISI എന്നിവരുടെ കേന്ദ്രങ്ങളും സംയുക്ത നീക്കത്തിലൂടെ ഇന്ത്യ തകർത്തു. ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളിൽ കൊടുംഭീകരൻ മസൂദ് അസറിന്റെ ബന്ധുക്കളടക്കം 5 ഭീകരരും കൊല്ലപ്പെട്ടു. യഹിയാർ ഖാൻ എയർബേസിന്റെ റൺവേ പൂർണ്ണമായി തകർത്തതായും ഇന്ത്യ വ്യക്തമാക്കി. നൂർഖാൻ എയർബേസിലും ശക്തമായ പ്രഹരമേൽപ്പിച്ചു. അതേസമയം നിലവിലെ വെടിനിർത്തൽ ധാരണ വീണ്ടും ലംഘിച്ചാൽ കരസേനയ്ക്ക് തിരിച്ചടിക്കാൻ സർവ്വസ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.